ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുകൊണ്ടല്ല, എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും, എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത്? ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാലോ, പൈസക്ക് വേണ്ടിയിട്ടല്ലേന്ന്. പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, പൈസ ഒരു മനുഷ്യന് ജീവിക്കണം, ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എന്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും. അപ്പോ പൈസക്ക് വേണ്ടിയിട്ടല്ല പോയേക്കുന്നത്. കാര്യം ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്കിൾ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് പോലെ ചോദിക്കാത്തോട്ട് വിട്ടേക്കുന്നത്? അറിയവേലത്തോണ്ട് ചോദിക്കുകയാണ്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയി. അപ്പം പൈസയല്ല, വേറെ ഒന്നും അല്ല. അപ്പം എന്റെ മോള് ഓക്കെ, അവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നു, ഞങ്ങൾ പോയി. അതിനിപ്പോ എന്താണ് ഇന്ന് വെച്ചിട്ട് ആൾക്കാരും നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാണോ ഉമ്മ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അതല്ല ചോദിക്കുന്നത്, ഇത്രമാത്രം വെറുക്കാൻ എന്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത്? കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഒരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും? ഒരു കാര്യമല്ല, കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. അതിനകത്തിലെ ഒരു ചെറിയൊരു സാധനം മാത്രം ഇങ്ങോട്ട് ഞാനൊന്ന് വെക്കാം. പട്ടിക്കും അനുമോളിന്റെ അതേ മുഖച്ചായം അല്ലേ? വന്നേ, എന്താ ഈ പരിപാടി? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അടുക്കള ഫുള്ള് ഇപ്പൊ അനുമോളതാ. നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി. അങ്ങ് മേലാണ് ഈ പണി എടുക്ക. ഈ നെഗറ്റീവ് എന്നുള്ള സാധനം അങ്ങ് വിട്ടേക്കുക. അല്ലാതെ ഈ ഒരു കാര്യത്തിന് രണ ഫാത്തിമ ചെയ്തേക്കുന്ന ഒരു അടിപൊളി കാര്യമാണ്, നല്ലതാണ്. ആരാണെങ്കിലും ചെയ്യേണ്ടുന്ന നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ഒരാൾ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടിയോട് ഉപമിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാം. ഇത് ഇങ്ങനെ രണ ഫാത്തിമനെ പുകഴ്ത്തിക്കൊണ്ട് ഈ കാര്യത്തെ സംസാരിക്കാൻ പറ്റുമോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കില്ല. അവള് പറയുന്നുണ്ടല്ലോ, റെസ്പെക്ട് ഇല്ല. തെറിയാ നിങ്ങളെ മോള് വിളിക്കുന്നത്. വളർത്തുദോഷം ബാപ്പനും ഉമ്മയും പറഞ്ഞാൽ മതി, എല്ലാവർക്കും ഉള്ളതാണ്. സ്വന്തം മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിടാ അവരെ ബാപ്പനും ഉമ്മയും. വളർത്തുദോഷം അതേത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തിയ ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ? എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തച്ഛ? അച്ഛനെ കയറി ഇടാന്ന് വിളിക്കൂ. അച്ഛനെ കയറി ഇടാന്നല്ല വിളിക്ക. അച്ഛൻ ഇങ്ങോട്ട് കയറി പോടാന്ന് വിളിക്കുകയാണെങ്കിൽ തിരിച്ച് ഇടാന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ട്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് തന്ന എനർജിയാണ് ഞാൻ തിരിച്ചു കൊടുത്തത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാധനമില്ലേ, ഏതാണ്ട് അതിന്റെ സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ രണ ഫാത്തിമ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും ഭയങ്കര വെറുപ്പീരായിട്ട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ. പ്രായത്തിൽ മൂത്തൊരു വ്യക്തി ആയതുകൊണ്ട് റെസ്പെക്ട് കൊടുക്കണമെന്നോ വേണ്ടാന്നൊന്നല്ല ഞാൻ പറയുന്നത്. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ അടുത്ത് ആ രീതിയിൽ നിൽക്കുക എന്നുള്ളത് നമ്മളെ കാണിക്കേണ്ടത് ഒരു ബേസിക് മര്യാദയാണ് അല്ലെ? ഇത് അത്ര നിസ്സാരമായി തള്ളാനുള്ളതല്ല. നിങ്ങൾ പറയുന്ന വളർത്തുദോഷം, എന്റെ മോക്ക് ഒരു വളർത്തുദോഷവും ഇല്ല. നല്ലപോലെ വളർന്ന മോൾ തന്നെയാണ്. ഈ നല്ല രീതിയിൽ വളർത്തിയതിന്റെ ആണെന്ന് തോന്നുന്നു. ഞാനൊരു വീഡിയോ കൊണ്ട് കാണിക്കാവേ. എന്റെ ഉമ്മ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഇതുപോലെ ബിഗ് ബോസ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോ ഇതൊക്കെ ഇതിലെ പല ഭാഗങ്ങളും കണ്ടിട്ട് വീട്ടുകാർ തന്നെ ചോദിക്കേണ്ടത്, ഇതെന്ന് തോന്നുന്നത് LKG പിള്ളേർ, ഇത് ബിഗ് ബോസ് ആണോ LKG സ്കൂൾ ആണോ എന്ന്. ആ തെണ്ടി ചെറുക്ക എന്ത് തെമ്മാടിത്തനം കാണിച്ചാലും അതൊക്കെ കുട്ടിക്കളിയാണെന്ന് വ്യാഖ്യാനിച്ചോളും. ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ റെസ്പെക്ട് എന്ന് പറയും. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവൾ 19 വയസ്സാ. അവളെ ഏജാണ് നിങ്ങൾ ഓരോരുത്തരും ജലസാക്കുന്നത്. എടോ, അതിന് ഞാനെന്ത് വേണമെന്നാ? അവളെ ഏജ് ഒരിക്കലും അല്ല. രണ ഫാത്തിമ അവിടെ എല്ലാ ആൾക്കാരെയും പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ഈ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോയി നിൽക്കും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. ഒരു ബേസിക് മാനേഴ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഹൈജീനിക് ആയിട്ടുള്ള പല സാധനങ്ങളും ഇല്ലാതെ കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് രണയുടെ പ്രായം കൊണ്ട് മാത്രം പറയുന്നില്ല. അത് രണ മാത്രമല്ല, രണ തൊട്ട് ആദ്യം എവിക്റ്റ് ആയിട്ട് പോയിരിക്കുന്ന മുൻഷി രഞ്ജിത്ത് വരെ അവരുടെ ഭാഗത്ത് എല്ലാവർക്കും ഉള്ള കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരിക്കലും പ്രായത്തിന്റെ പ്രശ്നമായിട്ടല്ല. അവിടെ ഓരോ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാർ ഇതിനെയൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത്. ഇതാ പറയുന്നത്, ഭ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും പേടിക്കണ്ട. പക്ഷെ അവളെ എല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല, മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ് പഠിപ്പിക്കുക? എല്ലാവരും മക്കളുമായി തന്നെയാണ് എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഉമ്മ പറയുന്നുണ്ടോ തോന്നരുത്. ഉമ്മ പഠിപ്പിച്ചതിന്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. രണ അവിടെ കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം.
ഇത്രയും ആൾക്കാർക്ക് കൊടുക്കേണ്ടുന്ന ഫുഡാണ്. അത് ഭയങ്കര വൃത്തിയോടുകൂടി തന്നെ ചെയ്യുന്ന ഒരു റെന ഫാത്തിമേനെയാണ് നമ്മൾ ഇവിടെ കടന്നത്. കാണാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു ഗുഹാതുരിതം. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. വരട്ടെ അളിയ.